ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിനേറെ നന്ദി പറഞ്ഞുകൊണ്ടും നമുക്ക് ഇന്നത്തെ കൃപയുടെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. കൃപയുടെ വലിയൊരു അനുഗ്രഹം ഒഴുകാൻ വേണ്ടി കർത്താവിൻ്റെ വചനം, കൃപയുടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നിറയ്ക്കാം. ആത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നമ്മൾ സംഭവിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഇന്നത്തെ വചനം, കൃപയുടെ വചനം കർത്താവ് നമുക്ക് തന്നിരിക്കും. 1 കൊരിന്തോസ് 5-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനം വളരെയധികം പ്രധാനപ്പെട്ടൊരു വചനമാണ് കേൾക്കുന്നത്. ഹൃദയം തുറന്ന് കേട്ട് സ്വീകരിക്കണം. വചനം തുടങ്ങുകയാണ്. വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. എന്നിട്ട് നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവിൻ. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെ പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുകയും നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണല്ലോ. എന്നാൽ നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ദൈവമക്കളെ, വലിയൊരു വചനമാണിത്. വിശുദ്ധിയെക്കുറിച്ചുള്ള വചനം. പൗലോസ്ലീഹ തൻ്റെ വചനങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ്, ദൈവജനത്തോട് നിങ്ങൾ വിശുദ്ധരായി തീരണം. നിങ്ങളെല്ലാവരും വിശുദ്ധരായി തീരണം. 1 തെസ്സലോനിക്കർ 4:3 പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അഭിലഷിക്കുന്നത്. വീണ്ടും 1 തെസ്സലോനിക്കർ 4:7 വചനം പറയും, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. അപ്പോൾ വിശുദ്ധിക്കെതിരെ ചിന്തിക്കുകയും വിശുദ്ധിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണിത്. വളരെ ഗൗരവമാണിത്. വളരെ വളരെ ഗൗരവമായ കാര്യം. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അനുദപിക്കണം. ഈ കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളും ദേശങ്ങളിലും ശുശ്രൂഷകളുമായിട്ട് അച്ഛൻ പോകുമ്പോൾ ചില മക്കളെയൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഏറെ ഇരുന്ന് ദുഃഖിക്കാറുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞ വചനങ്ങൾ എത്രയോ ശരിയാണ്. വിജാതീയരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞാൻ അറിയുന്നു, കേൾക്കുന്നു. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു. എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. പലപ്പോഴും കാണാൻ പറ്റും. അത് പറയണം, വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ട, എന്നിട്ട് നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്. പാപത്തിൽ കഴിയുന്ന മക്കൾ പലപ്പോഴും, മക്കളെ നിങ്ങൾ വിലപിക്കുക വേണ്ടത്, അഹങ്കരിക്കുകയല്ല വേണ്ടത്. ചിലരൊക്കെ ചില പ്രവൃത്തികൾ കേൾക്കുമ്പോൾ പറയാൻ പോലും കൊള്ളില്ലാത്ത ജീവിത ശൈലികൾ, എന്നിട്ട് അഹങ്കരിക്കുക. അവളെ വീഴ്ചു, അവനെ സ്വന്തമാക്കി, അവൻ്റെ കൂടെ അവളുടെ കൂടെ, ഇതൊക്കെ പറയുമ്പോൾ അഹങ്കരിക്കുന്നത് കാണാൻ പറ്റും. ചിലരൊക്കെ സന്തോഷിക്കുന്നത്, കൂട്ടുകൂടി ഇത്ര വർത്തമാനങ്ങൾ സംസാരങ്ങൾ നടന്ന് കാണാൻ പറ്റും. പറയണം, വിലപിക്കുകയാണ് വേണ്ടത്, കരയണം. മാതാപിതാക്കളെ വാവിട്ട് കരയണം. നമുക്കറിയുന്നത് കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയെ തകർക്കുന്ന തിന്മയുടെ പാപകര അവിഹിത ബന്ധങ്ങൾ, ഫോണിലൂടെ ഇൻ്റർനെറ്റ് കണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സമൂഹമുണ്ട്. ചിലപ്പോൾ ഗവൺമെൻറ് പോലും വരും, ലോകം മുഴുവനും സപ്പോർട്ട് ചെയ്യും. കാരണം വെച്ചാൽ
ആ ദൈവത്തെ അറിയാത്തവൻ ഇതിനെ മുഴുവനും സപ്പോർട്ട് ചെയ്യും. ദൈവത്തെ അറിയാത്തവൻ അതിൻ്റെ പിന്നാലെ പോകും. യേശു ക്രിസ്തുവിനെ അറിയാത്തവൻ അതിൻ്റെ പിന്നാലെ പോകും. ഉച്ചിതനായ യേശുവിനെ കണ്ടുമുട്ടാത്തവൻ അതിൻ്റെ പുറകെ പോകും. ക്രിസ്തുവിനോടുകൂടിയും അവൻ്റെ അപ്പസ്തോലന്മാരുടെ കൂടെയും നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഈ കൂട്ടം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കട്ടെ. മോശ സിനായി മലയുടെ മുകളിൽ 40 രാവും 40 പകലും തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനം 10 കൽപ്പനകളുമായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. ഇറങ്ങി വരുമ്പോൾ ദൈവജനം സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ നിർമ്മിച്ച് അതിൻ്റെ മുമ്പിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നതും അതിനെ ആരാധിക്കുന്നതുമാണ് കാണുന്നത്. കണ്ടിട്ട് മോശ എന്ത് ചെയ്യുന്നത്? ഈ കൽപ്പലക വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക. എന്നിട്ട് വിളിച്ച് അലറുന്നൊരു വാക്കുണ്ട്, വചനമുണ്ട്. ആ വചനമാണ് എൻ്റെ ദൈവമക്കളെ ഇന്ന് ഓരോ കുടുംബാംഗങ്ങളോടും അച്ഛൻ പറയാനുള്ളത്, കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും പറയാനുള്ളത്. മോശ വിളിച്ചലറുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. മാറി നിൽക്കട്ടെ. ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ, യേശു ക്രിസ്തുവിനോട് സ്നേഹമുള്ളവൻ, സുവിശേഷത്തെ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ മാർഗം നടക്കാൻ മാറി നിൽക്കട്ടെ. എല്ലായിടത്തും മാറണം. പാപസാഹചര്യങ്ങളിൽ നിന്ന് മാറട്ടെ. ടെലിവിഷൻ്റെ മുമ്പിൽ നിന്ന് മാറണം. ചില സീരിയലുകളൊക്കെ കണ്ട് കുടുംബം സീരിയൽ പോലെ തീർന്നിട്ടുണ്ട് പലതിനും. അതെന്താ അത്? എല്ലാം കേട്ട് തകർന്ന് നശിച്ച് വരുന്ന ജീവിതങ്ങളുണ്ട്. ആ സീരിയലാണ് പലരുടെയും ഇന്നത്തെ അനുകരണം നടക്കുക. ആ വസ്ത്രങ്ങൾ, ആ ശൈലികൾ, അതാണ് കുടുംബ ജീവിതം. അതിൻ്റെ മുമ്പിൽ ബലി കൊടുത്തിരിക്കുന്ന ഒരുപാട് യുവതികളുണ്ട്, യുവാക്കന്മാരുണ്ട്, അപ്പനമ്മമാരുണ്ട്, തറവാട്ടിപ്പറന്നു എന്ന് പറയുന്ന അമ്മമാർ അപ്പന്മാരുൾപ്പെടെയുണ്ട്. വരുന്ന കുഴപ്പം ഇതാ, ശരിക്കും നിങ്ങൾ അഹങ്കരിക്കല്ല വേണ്ടത്, വിലപിക്കുകയാണ് വേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അഹങ്കരിക്കുന്നു. ശരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്. വാസ്തവത്തിൽ വിലപിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ നിങ്ങൾ അഹങ്കരിക്കുന്നു. സൗകര്യങ്ങളായി, വീടായി, ചുറ്റുപാടായി, മക്കളൊക്കെ വളർന്നു, കഴിവായി, എന്തുവാകാം. പള്ളി വേഷം കെട്ടാൻ വേണ്ടി പള്ളിയിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ പോകുന്നൊരു പോക്കുണ്ട്. അത് പോയിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ എല്ലായിടത്തും മനുഷ്യൻ പോകും. അതിൻ്റെ കൂട്ടത്തിൽ പള്ളിയിൽ പോകും. അങ്ങനെ പോകുന്നവൻ പള്ളിയിലല്ല പോകുന്നത്. നാളെ അവൻ വേറെ സ്ഥലം അവിടെ പോകും. ബാറിപ്പോണേ ബാറിപ്പോകും. ചില സ്പോർട്സും ചില പ്രത്യേകതര ബ്ലച്ചത നിറഞ്ഞു നിൽക്കുന്ന ചില കലകൾ നിൽക്കുന്നിടത്തേക്ക് ഓടിപ്പോവും. എല്ലായിടത്തോട്ടും വിടും. അതിൻ്റെ കൂട്ടത്തിൽ പള്ളിയിലോട്ട് പോകും. അങ്ങനെ ജീവിതം കർത്താവിൻ്റെ മക്കൾക്കില്ല. അങ്ങനെയാണോ അപ്പസ്തോലന്മാർ ജീവിച്ചത്? ക്രിസ്തു ശിഷ്യന്മാർ ജീവിച്ചത്? വിശുദ്ധർ ജീവിച്ചത്? രക്തസാക്ഷികൾ ജീവിച്ചത്? അങ്ങനെയാണോ? അവരേതെങ്കിലും ഒരു പക്ഷേ ചേർന്നുള്ളൂ. ഏതെങ്കിലും ഒരു പക്ഷം, ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷം അല്ലെങ്കിൽ ലോകത്തിൻ്റെ പക്ഷം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുക. കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ വചനം പറയുകയാണ്, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത്. സ്വന്തം പറയാൻ, നിങ്ങൾ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചകൾ കഴിയുന്നു, എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു. എന്ത് അർത്ഥം? എന്താ? കുഴപ്പമില്ല, മനുഷ്യനാ, എനിക്ക് കുഴപ്പം തോന്നുന്നില്ല, എനിക്ക് ശരിയാ തോന്നുന്നു. മദ്യപിച്ചിട്ടും തിന്മയെ കഴിഞ്ഞിട്ടും അഹങ്കരിക്കുക. പലപ്പോഴും ഇത്തരം ആളുകളാ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെ പോവുള്ളൂ, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് എങ്ങനെ, എൻ്റെ ഭർത്താവ് എങ്ങനെയാണ് അതുകൊണ്ടാണ്, എൻ്റെ മക്കളിങ്ങനെ, അങ്ങനെ എൻ്റെ ജീവിത സാഹചര്യം. എന്നിട്ട് മക്കളെ ഒക്കെ ശരിയാ, ജീവിത സാഹചര്യമൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിക്കണം. ഇന്ന് നീ മരിച്ചാൽ എന്നാണ് ദൈവം നമ്മളെ വിളിക്കുന്നതെന്നും നമുക്ക് മുൻകൂട്ടി, നിൻ്റെ എന്ത് ബുദ്ധി ഉണ്ടെങ്കിലും നീ മരിക്കുന്ന ദിവസം നിനക്ക് നിർണ്ണയിക്കാനാവില്ല. എപ്പോൾ വേണം മരിക്കാം, ഏത് അപകടം ഉണ്ടാകാം, എന്ത് സംഭവം ഉണ്ടാകാം. അപ്പം ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മക്കളെ, ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കട്ടെ, കർത്താവിനൊന്നാം സ്ഥാനം. എന്നിട്ട് പറയാണ്, അപ്പോൾ ഈ പാപത്തിൽ കഴിയുന്നവൻ അഹങ്കാരി. അതാണ് ചില ധ്യാനിക്കാൻ എനിക്ക് പോകാൻ താല്പര്യമില്ല, വചനം കേൾക്കാൻ, ഈശോ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ചെവി അടച്ചു വച്ചിരിക്കുക, ചെവി അടയ്ക്കുക, മനസ്സ് മരവിപ്പിച്ചിരിക്കുക.
അനുദപിക്കണം, പശ്ചാത്തപിക്കണം, ദൈവത്തോട് മാപ്പ് പറയണം. ഇത് പറയുകയാണ്, ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ എത്തി ഈ പ്രവൃത്തി ചെയ്തവനെ ഞാൻ വിധിച്ചു കഴിഞ്ഞു. അതാണ് അപ്പസ്തോലന്മാർക്ക്, നമ്മൾ പരിശുദ്ധാത്മ നമുക്ക് വിധിക്കാനുള്ള കർത്താവ് നൽകുന്ന ഒരു ആത്മീയ അധികാരമുണ്ട്. അതൊരു വലിയ അത് പൗലോസ്ലീഹ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്. വീണ്ടും പറയുക, ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ, നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും, അത് പൗലോസ്ലീഹയുടെ കൂട്ടായ്മ. അതുകൊണ്ടാണ് അവിടെ പൗലോസ്ലീഹായ ഒരു ക്രിസ്തുവിനെ കൊടുത്ത ഒരു സ്ഥലമാണത്. അതുകൊണ്ടാണ് എൻ്റെ ആത്മീയ കൂട്ടായ്മ, എൻ്റെ ആത്മീയ കൂട്ടായ്മ. അതോടെ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമവികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ അവനെ പുറത്താക്കണമെന്നാണ്. ശരിക്കും അവനെ സഭയിൽ നിന്ന് പുറത്താക്കുക, കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറയുന്നത്. അവനോട് നിൽക്കാൻ പാടില്ല, അവനകത്തിരിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. എൻ്റെ ആത്മീയ കൂട്ടായ്മയ്ക്കുള്ളിൽ ഈ പാപത്തിൽ കഴിഞ്ഞുകൊണ്ട് ഒരാളിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ക്രിസ്തുവിന് നാമത്തിൽ കൊടുമ്പോൾ അവനെ പിശാച് അവനെ പുറത്താക്കണമെന്ന് പറയാം. അവനെ പുറത്താക്കിച്ചില്ല, അവന് ഈ കൂട്ടായ്മയിലേക്കാണ്. പക്ഷെ ക്രിസ്ത്യാനിയാണ്, പക്ഷെ അവനെ ഔട്ടാക്കുന്നൊരവസ്ഥ. അവിടെ പറയുകയാണ്, അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷപ്പെടും. അങ്ങനെ അവന് ശിക്ഷണം കൊടുക്കുക. നമ്മൾ സഭയ്ക്ക് വെളിയിലാക്കുക, സഭയ്ക്ക് പുറത്താക്കുക. അങ്ങനെയാണ് ശ്രമം. ആളിനെ പുറത്താക്കുക, മഹറോൻ ചെല്ലുക. നമ്മൾ അവന് മഹറോൻ ചെല്ലുക, അവനെ പുറത്തിറക്കുക. അപ്പോൾ ഇതാണ് പറയുക, അവന് മഹറോൻ ചെല്ലി, കാരണം അവന് ആ കൂട്ടായ്മയിലിരിക്കാനുള്ള അർഹതയില്ല. ക്രിസ്തു സാന്നിധ്യത്തില് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ വിളിക്കാൻ അവന് അനുവാദമില്ല, അർഹതയില്ല. പൗലോസ് പറയുക, എൻ്റെ ആത്മീയ കൂട്ടായ്മയിലായിരിക്കാൻ അവന് അനുവാദമില്ല. അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല. അതായത് അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിവുള്ളത്. ആത്മപ്രശംസ ഒന്നും എന്ന് വെച്ചാൽ സ്വയം വലിയ അഭിമാനം പറയും, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തിട്ടും എൻ്റെ എല്ലാ കാര്യം നടക്കുന്നില്ലേ, എൻ്റെ ഒരു കാര്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പക്ഷെ നന്നായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. അത് ആത്മപ്രശംസയാ. പൗലോസ് പറയുന്നത്, നിന്റെ ഭൗതിക നന്മ വെച്ചുകൊണ്ടല്ല നിന്റെ ആത്മാവിനെ അളക്കുന്നത്. ഒരുവന്റെ ഭൗതിക വളർച്ച കണ്ടിട്ട് ഒരിക്കലും പറയരുത് അവന്റെ ആത്മാവ് രക്ഷപ്പെട്ടെന്ന്. അത് യാതൊരു ബന്ധവുമില്ല. പാപത്തിൽ കഴിയുന്നവനും പണം ഉണ്ടാകും, വഴിവിട്ട് ജീവിക്കുന്നവൻ ചിലപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകാം. ആത്മാവ് നഷ്ടപ്പെട്ടവൻ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് മാറാം. ആത്മാവ് നഷ്ടപ്പെട്ടാലും ഇതൊക്കെ നിലനിൽക്കാം, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പിശാച് എന്താ പറഞ്ഞത്? എന്നെ കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നിനക്ക് തരാം. ഈശോ പറഞ്ഞില്ലേ, ഈ ലോകത്തെല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കാമെങ്കിൽ ഇത് മുഴുവൻ നിനക്ക് തരാം. ശരിക്കും ഒരു കാര്യമുണ്ട്, പിശാചിനെ കുമ്പിടുന്നവർക്കാണ് ഈ ലോകം മുഴുവൻ കിട്ടുക. എല്ലാ വസ്തുവിനെയും കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ അവന്റെ ആത്മാവ് എപ്പോൾ മരിക്കുന്നു അപ്പോൾ പിശാചിന്റെ വീട്ടിലോട്ട് നിത്യനരകാഗ്നിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ആത്മരക്ഷയ്ക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ഇവിടെ ആത്മപ്രശംസ ചെയ്തത് പറഞ്ഞത്, അവന് ഒരുവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധം സമൂഹത്തിൽ അത് അകത്താണെങ്കിലും പുറത്താകട്ടോ, അവനെ പിശാചിനെ ഏൽപ്പിച്ചു. അവനെ പിശാച് ബാധിക്കുമെന്ന് പറഞ്ഞു. പിശാചിനെ ഏൽപ്പിച്ചു ഉറപ്പില്ല. പൗലോസ് പറയുക, ഞാൻ ശാരീരികമായിട്ട് വന്നില്ലെങ്കിലും ആത്മീയമായിട്ട് അവനെ ഞാൻ വിധിച്ചു കഴിഞ്ഞു. ഓൾറെഡി അവനെ സാത്താന് വിട്ടുകൊടുത്തെന്ന് പറയാം. ചിലപ്പോൾ നമ്മുടെ സഭാ കൂട്ടായ്മയില് കഴിയുന്ന ചില മക്കള് ഓൾറെഡി ദേ ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സൈറ്റൻ. അതുകൊണ്ട് പിന്നെ തകർച്ച കൊടുക്കുക, പിന്നെ തകർച്ച കൂടും, പ്രശ്നം കൂടും, എല്ലാം കൂട്ടും, മുഴുവൻ കൊടുക്കുന്നത്. ഈ തിന്മയെന്ന സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെ മഹറോൻ ചൊല്ലി. ഈ നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് പേര് മഹറോൻ ചെല്ലപ്പെട്ടു, പക്ഷെ അകത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട് സഭ. ബാഹ്യമായിട്ട് അത് വാക്ക് ഉപയോഗിക്കാറില്ല, പക്ഷേ ഓൾറെഡി ആ സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇത്തരം മ്ലേച്ഛതയിൽ ദൈവവചന വിരുദ്ധമായ ജീവൻ നയിക്കുമ്പോൾ, വിശുദ്ധിക്ക് വിരുദ്ധമായ ജീവൻ നയിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിനെതിരായിട്ട് പ്രവർത്തിച്ച് ജീവിക്കുമ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കർത്താവിൻ്റെ കരുണയിൽ നന്നായിട്ട് ആശ്രയിക്കുക. വീണ്ടും എൻ്റെ വചനത്തിൻ്റെ അടുത്ത ഭാഗം കൂടെ കേട്ടുകൊള്ളുക. നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടുന്നതല്ല, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുകയും നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. അപ്പന് ഇതിൽ ബന്ധനം ഉണ്ടെങ്കിൽ വീട്ടിലെ മുഴുവൻ ആളുകളിലേക്ക് ഇത് പകരും. അമ്മയിൽ ഇതുണ്ടെങ്കിൽ വീട്ടിലെ മുഴുവൻ ആളുകളിലേക്ക് അത് പൊളിച്ചു കയറും. മകനിലാണെങ്കിൽ അത് പൊളിച്ചു കയറും, മകളിലാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്പം പുളിപ്പ്, അല്പം മതി, അത് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. അതുകൊണ്ടാണ് ഇത് എടുത്ത് കളയാൻ പറഞ്ഞത്, ഇതിനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് മക്കളെ, നമ്മളിലുള്ള അധാർമിക ജീവിതം ഒരു ദൈവം കരയുന്നു. അഹങ്കരിക്കരുതേ. എനിക്ക് എന്നാ പറ്റും, എനിക്കെല്ലാം ഉണ്ട്. ഒരു കാര്യമില്ല മക്കളെ, ആത്മാവ് നശിച്ചുകൊണ്ട് എന്തേലും വളർത്താം. ചിലരൊക്കെ ഇന്ന് വലിയ ആളുകളായതേ ആത്മാവിനെ വിറ്റാ, നശിപ്പിച്ച് കൊന്നിട്ടാ ദൈവത്തെ മാറതേ. എന്നിട്ട് പറയില്ല കുഴപ്പമില്ല, ആരും തോന്നണം ആൾക്കാർ. അവൻ പിശാചിനെ ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഓൾറെഡി അവൻ്റെ മേൽ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഒരനർത്ഥം ഉണ്ടാകാതിരിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക ദൈവമക്കളെ, നമുക്ക് അനുദപിക്കാം. പൗലോസ് പറയുന്നത് പോലെ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം, വിശുദ്ധ കുർബാന അർപ്പിക്കാം. ആണ് സഭയ്ക്കുള്ളിലായിരിക്കുന്നവരെല്ലാവരും വിശുദ്ധിയിലായിരിക്കണം. അധാർമികത, അസന്മാർഗികത, പാപകരമായ ബന്ധങ്ങളോട് അനുദപിക്കുക, കരയണരുന്ന്. അല്ലെങ്കിൽ ഇത് നമ്മളറിയില്ല, നമ്മൾ സഭയ്ക്ക് വെളിയിലായിരിക്കും. മഹറോൻ ചെല്ലപ്പെട്ട് അകത്ത് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. പൗലോസ് ശ്ലീഹ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മൾ എത്ര പേര് കർത്താവിൻ്റെ സഭയിൽ, ആ ആത്മീയ കൂട്ടായ്മയിൽ, സാന്നിധ്യത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏകമനസ്സിൽ കഴിയുന്നുവെന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ മഹാകരുണയിൽ ആശ്രയിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വിടുതലും സംഭവിക്കുന്നുണ്ട്. ഓടിപ്പോയി കുമ്പസാരിക്കുക, അനുദപിക്കുക. പാപത്തെ ഇനി ഒരു ദിവസം കൂടെ പൂഴ്ത്തിവെക്കരുത്. ദൈവത്തോട് അനുരഞ്ജനപ്പെടുക. അഹങ്കരിക്കരുത്. പാപം ചെയ്തിട്ട് എനിക്കെന്തു സംഭവിച്ചു എന്ന് പറയരുത്. കർത്തൃശിക്ഷ സാവധാനമേ വരികയുള്ളെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിലർ പറയും പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ വചനമാണ്, 5-ാം അധ്യായത്തിൽ പറയുക, 4-ാമത്തെ വചനം, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. കണ്ണുകളടച്ച് ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ, രക്ഷിക്കണമേ, ആഴമേറിയ മാനസാന്തരം തരണമേ. എന്നിലുള്ള മുഴുവൻ അശുദ്ധിയും മ്ലേച്ഛതയും, ഞാൻ ഒളിച്ചു വച്ചിരിക്കുന്ന പാപവും പാപക്കൂട്ടുകെട്ടും ഇതാ ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹിതൻ നാഥൻ ദൈവം. എല്ലാവരും ഹൃദയം തുറന്ന് വിളിക്കട്ടെ. യേശു യേശു സ്നേഹിതൻ നാഥൻ ദൈവം. സൗഖ്യങ്ങളുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സകല ബന്ധനങ്ങൾ അടിയട്ടെ യേശുനാമത്തിൽ. എല്ലാ പൈശാചിക പീഡകളും വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. അടിയട്ടെ സത്താന്റെ പീഡകൾ മുഴുവൻ വിട്ടുപോകട്ടെ. പാപശക്തികൾ വിട്ടുപോകട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ, രോഗപീഡകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. വിട്ടുപോകട്ടെ അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. രോഗപീഡകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. അശുദ്ധ ശക്തികൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. തടസ്സങ്ങൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. പാപശക്തികൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. കുടുംബത്തിലെ ബന്ധനം കഴിഞ്ഞു പോകട്ടെ യേശുനാമത്തിൽ. തകർച്ചകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. നിരാശ വിട്ടുമാറും യേശുനാമത്തിൽ. സമാധാനം നിറയട്ടെ യേശുനാമത്തിൽ. സന്തോഷം നിറയട്ടെ യേശുനാമത്തിൽ. ആനന്ദം നിറയട്ടെ യേശുനാമത്തിൽ. പ്രത്യാശ നിറയട്ടെ യേശുനാമത്തിൽ. വിശ്വാസം ലഭിക്കട്ടെ യേശുനാമത്തിൽ. കൃപ നിറയട്ടെ യേശുനാമത്തിൽ. സമാധാനം നിറയട്ടെ യേശുനാമത്തിൽ. ഈ വചനം
വചനത്തിന്റെ ശക്തി നിറയട്ടെ. അനുതാപം ഉണ്ടാകട്ടെ. പാപബോധം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ ലഭിക്കട്ടെ. ഈ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് തീമഴ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധാത്മാവ് തീമഴ പെയ്തിറങ്ങട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങളുയർത്തി ഈശോയെ എന്ന് വിളിച്ചേ. എല്ലാവരും വിളിച്ചു പാടും. സ്നേഹിതൻ നാഥൻ ദൈവം സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു സംഭവിക്കട്ടെ. യേശു യേശു സ്നേഹിതൻ നാഥൻ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കണ്ണുകളോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അടുത്തേക്ക് ഓരോ വ്യക്തിയും അടുക്കലേക്ക് ഈശോയെ കർത്താവേ പ്രത്യക്ഷപ്പെടുന്നു. അത്ഭുതനായ കർത്താവേ, ഇപ്പോൾ ആരെല്ലാം ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാം പ്രത്യക്ഷപ്പെടുന്നു. സ്നേഹം തന്നെയായ ദൈവമേ, കരുണ തന്നെയായ ദൈവമേ, സൗഖ്യം നൽകുന്ന കർത്താവ്, വിടുതൽ നൽകുന്ന കർത്താവ്, എല്ലാ മക്കൾക്കും പ്രത്യക്ഷപ്പെടണം. പ്രത്യക്ഷപ്പെടണം. അത്ഭുതങ്ങൾ കൊടുക്കണം കർത്താവ്. കണ്ണുനീരൊപ്പണം കർത്താവ്. കുറച്ച് മാറ്റണം. വഴി കാണിച്ചു കൊടുക്കണം. ശക്തി കൊടുക്കണം. ശക്തിയോടെ കർത്താവേ കരുണയായിരിക്കണം. അനുഗ്രഹിക്കണം കർത്താവ്. തിരുസഭയിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൃപയുടെ ഈ അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആജ്ഞാപിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മകനിലും ഓരോ മകളിലും ഒരു കുടുംബത്തിലുമുള്ള ബന്ധനങ്ങൾ കെട്ടുകളുടെ മേലും കൽപ്പിക്കുന്നു. സാത്താന്റെ ചങ്ങലകൾ കൽപ്പിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു, 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 ബഹിഷ്കരിക്കുന്നു. ചങ്ങലകൾ പൊട്ടട്ടെ, യേശുനാമത്തിൽ പൊട്ടട്ടെ. എന്നാൽ അവിടുന്ന് പിച്ചളവാതികൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളായി ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും കൊടുത്തു. വൃത്തിക്ക് അവാർഡങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടത്തിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവർ തന്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശം. നമുക്ക് സ്തുതിക്കാം. സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.